ചെന്നൈ പട്ടണം എനിക്കും കിട്ടണം പേരും പെരുമയും പണവും. യെസ്, ചെന്നൈയിലാണ്. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ചെന്നൈയിലെത്തിയിരിക്കുകയാണ്. ഒരുപാട് നാളെന്തിനാ കാത്തിരിക്കുന്നതല്ലേ? ട്രെയിനിലോ ബസ്സിലോ കയറി ചെന്നൈയിലേക്ക് വന്നാൽ പോരെ എന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ അങ്ങനെയല്ല. ഒരുപാട് തവണ ഞാൻ പ്ലാൻ ഇട്ടതാണ് ചെന്നൈയിലേക്ക് വരണം. കാരണം നമ്മുടെ ഓഫീസ് ചെന്നൈയിലാണ് ഉള്ളത്. പക്ഷേ പല കാരണം കൊണ്ടും അതിങ്ങനെ നീണ്ട് പോയി ഒടുക്കം ചെന്നൈയിലെത്തിയിരിക്കുകയാണ്. ഇനി കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ ചാനലിൽ ചെന്നൈ വ്ളോഗ്സ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമാവട്ടെ ഈ ഒരു വീഡിയോ. ഓക്കെ, ഞാനിപ്പോൾ ഉള്ളത് തിരുവാൻമയൂരിലാണ്. ഓക്കെ, തിരുവാൻമയൂരിൽ നമ്മുടെ റൂമിൽ ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പക്ഷേ വർക്ക് കഴിയാറായി, ലോഗൗട്ട് ചെയ്യാറായി. അപ്പോൾ ഞാൻ മിനിഞ്ഞാന്നെത്തി ചെന്നൈയിൽ. ഇന്നലെ ഓഫീസിൽ പോയി, ഇന്ന് വർക്ക് ഫ്രം ഹോം എടുത്തു. ഉഗാദിയാണ്, അപ്പോൾ ഒരുവിധപ്പെട്ട എംപ്ലോയീസൊക്കെ ലീവാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ വർക്ക് ഫ്രം ഹോം എടുത്തു, വർക്ക് ഫ്രം റൂം. അപ്പോൾ ഇത് വൈകുന്നേരമായി. ഇപ്പോൾ സംഭവം നമുക്കൊന്ന് പുറത്തൊക്കെ ഒന്ന് പോവാം. ഈ തിരുവാൻമയൂർ ഏരിയയൊക്കെ വളരെ ഫേമസ് ആണ് ചെന്നൈയിൽ. അപ്പോൾ ചെറിയ രീതിയിൽ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. സോ വെൽക്കം യു ഓൾ ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ ആൻഡ് ഈറ്റ് വിത്ത് അർജു അറ്റ് ചെന്നൈ. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ തിരുവാൻമയൂരുള്ള ബീച്ചിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബീച്ച് സൺസെറ്റൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. സൺസെറ്റ് ആയിണ്ടാവില്ലേ, ഇരുട്ടാവാറായിരുന്നു. എന്തായാലും നമുക്ക് കടലൊക്കെ ഒന്ന് കണ്ട് കുറച്ച് നേരം ഇരിക്കാം. നമ്മുടെ ബാലയാണ് മുമ്പിൽ പോകുന്നത്. പുള്ളി ഒരു ഒഫീഷ്യൽ കോളിൽ അല്പം ബിസിയാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് കാസ ഗ്രാൻഡ്. ബീച്ചിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ബീച്ചിൽ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട്. സംഭവം വളരെ അടുത്താണ്. വെറും 100 മീറ്റർ എന്നൊക്കെ പറയാമല്ലോ, അത്ര ദൂരമേ ഉള്ളൂ നമ്മുടെ റൂമിൽ നിന്ന് ഈ ബീച്ചിലേക്ക്, തിരുവാൻമയൂർ ബീച്ചിലേക്ക്. നമ്മുടെ ഫ്രണ്ട് വൈശാഖ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ എന്നെ വിളിച്ച് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അവനെ ഒന്ന് പോയി മീറ്റ് ചെയ്യാം. വൈശാഖ് ബാംഗ്ലൂർ സീരീസ് കഴിഞ്ഞിട്ട് നമ്മുടെ ചെന്നൈ സീരീസിൻ്റെ ആദ്യത്തെ വീഡിയോയിൽ തന്നെ ജോയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വൈശാഖ് ഇവിടെയാണ് വർക്ക് ചെയ്യണേ. അപ്പോൾ എന്തൊക്കെ പറയണു വിശേഷങ്ങൾ? സുഖമായിരിക്കണം. ബാല ബാല ഒരു ഹായ് കൊടുങ്ങ. വ്ളോഗ് ചെന്നൈയിലെ. ബാല അധികം സംസാരിക്കണില്ല എന്ന് നമ്മുടെ ഫ്രണ്ട്സ് ചിലർ പറയുന്നുണ്ട്. അത് വേറൊന്നുമല്ല, ബാല ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ബാല സൂപ്പർ ആക്റ്റീവായിട്ടുള്ളൊരു വ്ളോഗ് ഉടനെ വരുന്നതായിരിക്കാം. സോ നമ്മളിപ്പോൾ ഉള്ളത് ഇപ്പോൾ തിരുവാൻമയൂർ ബീച്ചിലാണ്. ബീച്ചിലെ കടൽ കാഴ്ചകളൊക്കെ കണ്ട് ഇനി ഇരിക്കുക. നല്ല കാറ്റ്. ഒരു കാര്യമുണ്ട് കേട്ടോ, ചെന്നൈയിൽ ഞാൻ പ്രതീക്ഷിച്ചത് നല്ല ചൂടുണ്ടാവുന്നതാണ്. പക്ഷേ ചൂട് അത്ര ആയിട്ടില്ല. പാലക്കാടിൻ്റെ ചൂട് ഉണ്ടാവില്ല. പക്ഷെ മെയ്യൊക്കെ ആകുമ്പോഴേക്കും ഒന്നും കൂടി ചൂട് കയറുമല്ലേ. നായ ഞങ്ങളെ കണ്ടിട്ട് നല്ല കുരയാണല്ലോ. പരിചയമില്ലാത്ത ആൾക്കാരായതുകൊണ്ടാണോ? അപ്പോൾ കടലൊക്കെ ഒന്ന് കാണാം അല്ലേ. കുറേ കാലമായി കടലിലൊക്കെ വന്നിട്ട്. ഓ അതെ അതെ. അങ്ങനെ ഒരു 15 മിനിറ്റോളം കടലൊക്കെ കണ്ട് സമയം സ്പെൻഡ് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ അടുത്തുള്ള ചില ഫുഡ് സ്പോട്ട്സൊക്കെ ഒന്ന് കാണാം. എന്തായാലും വന്നതല്ലേ, എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വന്ന് വിചാരിച്ചു. നല്ല സീ ഫുഡ് കിട്ടും. അപ്പോൾ ഇവിടെ ഇങ്ങനെ മീനുകൾ ഫ്രഷായിട്ട് നല്ല മസാലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാ സെലക്ട് ചെയ്യുക? നമുക്കൊരു അയിലങ്ങ് സെലക്ട് ചെയ്താലോ? അതിലിട്ടോ பாலா ஒரு பீஸ் எடுத்து சாப்பிடுங்க. ഞാനിവിടെ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച നോക്കണമെന്ന് വിചാരിച്ചു, എനിക്ക് സമയം പറ്റിയ ആള് കൂടെ വന്നല്ലോ. പിന്നെ അതേപോലെ കാറുക അവിടെയൊക്കെ വില കുറവാണ്.
ഫിഷ് അത്യാവശ്യം ഫ്രഷാണ് കേട്ടോ. അതുപോലെ തന്നെ അവർ ഓവറായിട്ട് ഫ്രൈ ചെയ്ത് കരിച്ചിട്ടില്ല, നല്ല നോർമൽ ഫ്രൈ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വലിയൊരു മത്സരം കഴിഞ്ഞ മീൻ പാപം നമുക്ക് വേണ്ടി അന്തരിച്ചിരിക്കുകയാണ് ഗൈസ്. വയസ്സ് വന്നിട്ട് ബൈക്കിലാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊക്കെ ഒന്ന് ഈ ഏരിയ ചുറ്റിയിട്ട് റൂമിൽ പോവാം. അപ്പോഴേ ഇത് പൂരവും പള്ളിപ്പെരുന്നാളൊന്നും അല്ല കേട്ടോ. ഇവിടെ തമിഴ്നാട് ഇലക്ഷനാണ് 19-ാം തീയതി. നമ്മുടെ നാട്ടിൽ 26-ാം തീയതി ആണല്ലോ. അപ്പൊ അതിന്റെ ഇലക്ഷൻ പ്രചാരണമായിട്ടുള്ള പരിപാടിയാണ്. ഇപ്പൊ എന്തായാലും നമ്മുടെ നാടൻ കൊട്ടുകാരെ കുറച്ചു നേരം കണ്ടതിലൊരു സന്തോഷം. അപ്പൊ നമ്മൾ റൂമിലെത്തി ഫുഡ് എന്താ ഓർഡർ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിരിക്കുകയാണ്. കൂട്ടത്തിൽ IPL കാണാലോ. പഞ്ചാബും ഹൈദരാബാദും ആയിട്ടുള്ള മാച്ചാണ്. അതിനിടയിൽ നമ്മുടെ രവി അണ്ണനെ ഒന്ന് വീഡിയോ കോളിൽ വരുത്തി. അപ്പൊ ഗൈസ്, രവിനെ നിങ്ങൾക്ക് ചെന്നൈ വ്ളോഗ്സിൽ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ചെങ്ങായിനെ ഞാൻ എന്തായാലും ക്ഷണിച്ചിട്ടുണ്ട്, വരട്ടെ. ഇവിടെ ഫുഡ് എത്തിയിട്ടുണ്ട്. വൈശാഖ വന്നതല്ലേ, അതുകൊണ്ട് ഒരു ബിരിയാണിയും കബാബൊക്കെ ആവട്ടെ. പൊതുവെ ബിരിയാണി തീറ്റ സത്യം പറഞ്ഞാൽ ഇപ്പൊ കുറവാണ് കേട്ടോ. പക്ഷേ ഇടയ്ക്കൊക്കെ ബിരിയാണി കഴിക്കുന്നതിൽ തെറ്റില്ല അല്ലേ. പക്ഷെ ഈ ബിരിയാണിക്ക് ഒരു വലിയ പ്രശ്നമുണ്ട്, ഇതിൽ തീരെ ഉപ്പില്ല. ഉപ്പില്ലാത്ത ബിരിയാണിക്ക് ശേഷം ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് ഒരു ബീഡ. ഓക്കെ ബായ്. അങ്ങനെ വൈശാഖ് തിരിച്ചുപോയി. അതിനുശേഷം ഞാൻ ചുമ്മാ ഒന്ന് നടക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഈ പശുക്കുട്ടനെ കണ്ടത്. ഡിന്നർ കഴിഞ്ഞിട്ട് വൈശാഖ് പോയതിനു ശേഷം ഒരു 15 മിനിറ്റ് വാക്കിംഗ് ഒക്കെ പോയി. അപ്പോൾ സമയം ഇപ്പോൾ ഏതാണ്ട് 11 മണിയാവാറായി. ഉറങ്ങണം. എന്നിട്ട് നാളെ നമുക്ക് ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ അങ്ങനെ ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്. രാവിലെ ഇപ്പോൾ സമയം 7:30 ഇനിയിപ്പോൾ ഓഫീസിൽ പോകണം. ഓഫീസ് കുറച്ച് ദൂരമുണ്ട് ഇവിടുന്ന്. ഈ ഏരിയ, ഈ തിരുവാൺമയൂർ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തമിഴ് ഫിലിം ആക്ടേഴ്സിൻ്റെയൊക്കെ വീടൊക്കെ ഉള്ള സ്ഥലമാണ്. അതുപോലെ ഒരുപാട് ഫേമസ് ഫിലിംസ് ഷൂട്ട് ചെയ്ത ഒരു ലൊക്കേഷൻസ് ഒക്കെ ഉണ്ട് ഇവിടെ. ഒരുപാട് നല്ല ഫുഡ് സ്പോട്ട്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന തരത്തിൽ നമുക്ക് മറ്റൊരു വീഡിയോ കാണിക്കാം. ഇന്നിപ്പോൾ കുറച്ച് സമയപരിമിതി ഉണ്ട്, അതുകൊണ്ട് റെഡി ആവട്ടെ ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഓഫീസിലേക്ക് പോകുന്ന കാഴ്ചകളും കൂടി ഒന്ന് കാണാം. അങ്ങനെ ഞാൻ ഓഫീസിൽ പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ് ഗൈസ്. നമ്മൾക്കൊരു ക്യാബിൽ പോവാം. ചെന്നൈയിലെ സിത്തലപ്പാക്കം എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ ഓഫീസ് ഉള്ളത്. വേറൊരു വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വർഷത്തോളമായിട്ട് ഞാൻ ഓഫീസിൽ പോയി വർക്ക് ചെയ്തിട്ടില്ല. ഫുൾ വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഓഫീസിൽ പോകാൻ ചെറിയൊരു മടിയൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. കൊറോണയ്ക്ക് മുമ്പൊക്കെ നമ്മൾ ഓഫീസിൽ പോയിട്ട് തന്നെ വർക്ക് ചെയ്തിരുന്നത്. പക്ഷെ അത് ബാംഗ്ലൂർ, ഇത് ചെന്നൈ. അങ്ങനെ ഞാൻ ഓഫീസിലെത്തി എൻ്റെ ക്യാബിനിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വ്ളോഗ് ചെയ്തുകൊണ്ടിരുന്നാൽ മതിയോ? അപ്പോൾ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. ഞാൻ എപ്പോഴും അത് പറയണ്ടല്ലോ. അപ്പം നമുക്ക് വീണ്ടും കാണാം.